സാന്ത്വനം പോലെ അഞ്ജലി പോലെ നല്ലൊരു ക്യാരക്ടർ വരാണെങ്കിൽ അത് ചെയ്യും. ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല. ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതല്ലല്ലോ. എന്താണോ നല്ലത് എനിക്ക് വരുന്നത്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് അഭിനയിക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഞാൻ സീരിയലും ചെയ്തിട്ടുണ്ട്, സിനിമയും ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടിനെയും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അഭിനയം. അപ്പം രണ്ടിലും ഞാൻ ചെയ്യുന്നത് ഒന്നാണ്. എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അത് അഭിലാഷ് ചേട്ടനോട് ചോദിക്കണം. എനിക്ക് അറിഞ്ഞൂടാ. സ്ക്രിപ്റ്റ് ഒന്നും ആയോ എനിക്ക് അറിയില്ല. അതും അഭിലാഷ് ചേട്ടനോട് ചോദിക്കണം. എനിക്ക് അറിയില്ല. അനൗൺസ് ചെയ്തു ഇന്നലെ. ബട്ട് അതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെയൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. ഞാൻ ഈ സിനിമയുടെ ലോഞ്ചിൻ്റെ അന്ന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ബിക്കോസ് ഞാൻ സീരിയൽ ചെയ്തിട്ട് ഇത്രയും ഗ്യാപ്പ്, സിനിമ ചെയ്തിട്ട് കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് സീരിയൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഒരു സിനിമ ചെയ്തു. അതും വലിയൊരു സിനിമ, മാളികപ്പുറം ടീമിൻ്റെ ഒരു സിനിമ. അന്ന് അത് ചെയ്തപ്പോൾ തൊട്ട് എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ വരെ എത്തി നിൽക്കുകയാണ്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിയേറ്റേഴ്സിൽ പോകുമ്പോഴൊക്കെ ഫാമിലി ഓഡിയൻസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. വ്യത്യാസം സീരിയലാണെങ്കിൽ നമുക്കധികം അങ്ങനെ പ്രിപ്പയർ ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല. ഒരു ദിവസം ചിലപ്പോൾ കുറേ സീൻസൊക്കെ എടുക്കും. സിനിമയിൽ പക്ഷേ സീൻസ് കുറവായിരിക്കും. പിന്നെ സീരിയലിൽ പ്രോംപ്റ്റിംഗ് ഉണ്ടാവും, ഡയലോഗ്സ്. പിന്നെ പ്രോംപ്റ്റിംഗ് ഉണ്ടാവില്ല. ഒരു സീനിലുള്ള ഡയലോഗ് നമ്മൾ ഓർത്ത് പഠിച്ച് പറയേണ്ടി വരുമോ അതിൽ? പക്ഷെ എനിക്കിതിൽ അങ്ങനെ ഭയങ്കര കട്ടിയുള്ള ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലായിരുന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഡയലോഗ്സ് വലിയ വലിയ ഡയലോഗ്സ് നമുക്ക്